നമസ്കാരം. ഏതാണ്ട് 15-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ പരദേശി ബ്രാഹ്മണനായ ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന ഒരു പണ്ഡിതൻ കേരളത്തിൽ വരികയും കേരളത്തിലെ പണ്ഡിതരായിട്ടുള്ള ആളുകളെയെല്ലാം വാദിച്ച് തോൽപ്പിക്കുകയും ചെയ്തു, വാദപ്രതിവാദങ്ങളിൽ തോൽപ്പിക്കുകയും ചെയ്തു. അന്ന് ശ്രേഷ്ഠരായിട്ടുള്ള പല പണ്ഡിതന്മാരും ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ അറിവിന് മുൻപിൽ പരാജയപ്പെട്ടു. അങ്ങനെ വ്രണിതമായിത്തീർന്ന കേരളത്തിൻ്റെ പാണ്ഡിത്യ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറച്ച് പണ്ഡിതർ ചേർന്ന് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്തുള്ള മൂക്കുതല ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് അവർക്ക് മനസ്സിലായത്, അന്ന് ജീവിച്ചിരിക്കുന്ന അവർക്കാർക്കും തന്നെ ഉദ്ദണ്ഡ ശാസ്ത്രികളോട് ഏറ്റുമുട്ടാനുള്ള, ഉദ്ദണ്ഡ ശാസ്ത്രികളെ പരാജയപ്പെടുത്തുന്നതിനുള്ള അറിവ് ഇല്ല എന്ന് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ജനിക്കാൻ പോകുന്ന വളരെ ബുദ്ധിമാനായ ഒരു കുട്ടി ജനിച്ചെങ്കിൽ മാത്രമാണ് ഉദ്ദണ്ഡ ശാസ്ത്രികളെ പരാജയപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആളുടെ ഗർഭിണിയായിരുന്ന അന്തർജനത്തിന് അതിബുദ്ധിമാനായ ഒരു ഉണ്ണി ജനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈദിക മാർഗങ്ങൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. അങ്ങനെ അതിവിശിഷ്ടമായ ബാലാമന്ത്രം ചൊല്ലിയ അരിമണികൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം അന്തർജനത്തിന് കൊടുക്കുകയും മറ്റ് മന്ത്രോച്ചാരണങ്ങളും വൈദിക മാർഗങ്ങളൊക്കെ സ്വീകരിച്ചതിൻ്റെ ഫലമായി അതിബുദ്ധിമാനായ വളരെയധികം മേധാശക്തിയുള്ള ഒരു ഉണ്ണിക്ക് ആ അന്തർജനം ജന്മം നൽകി. ശിശുവായിരുന്നപ്പോൾ തന്നെ ആ കുട്ടിക്ക് കാക്കകളെ പോലും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു. കാക്കകളെ തിരിച്ചറിയുക എന്നുള്ളത് വളരെയധികം സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമുള്ള ഒരു കാര്യമാണ്. വളരെയധികം സൂക്ഷ്മ നിരീക്ഷണമുള്ളവർക്ക് മാത്രമാണ് കാക്കകളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഈ കുട്ടിക്ക് വളരെ ശിശുവായിരുന്ന സമയത്ത് തന്നെ കാക്കകളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഈ കുട്ടിയാണ് പിന്നീട് കാക്കശ്ശേരി ഭട്ടതിരി എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത്. ബാലനായിരുന്നപ്പോൾ തന്നെ എല്ലാ ശാസ്ത്രങ്ങളിലും അതീവ ജ്ഞാനം, അതീവ പണ്ഡിതനായിരുന്ന എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച കാക്കശ്ശേരി ബാലനായിരുന്നപ്പോൾ തന്നെ കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടത്താറുള്ള പട്ടത്താനം എന്ന പണ്ഡിത സഭയിൽ വെച്ച് ഉദ്ദണ്ഡ ശാസ്ത്രികളെ വാദത്തിൽ തോൽപ്പിക്കുകയും നഷ്ടപ്പെട്ടു പോയ കേരളത്തിൻ്റെ പാണ്ഡിത്യ അഭിമാനം വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ മഹാപണ്ഡിതനായ കാക്കശ്ശേരി ഭട്ടതിരി ഒരിക്കൽ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനോടൊപ്പമുണ്ടായിരുന്ന ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് ആപതിം കിം കരണീയം എന്നുള്ളത്. ആപത്തുക്കൾ ഉണ്ടാകുമ്പോൾ, നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ അദ്ദേഹത്തോട് ചോദിക്കുന്നത്.